ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു ചോറിന് നമ്മൾക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ചോറാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചോറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഞാൻ ആദ്യം തന്നെ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വേവ് കുറഞ്ഞിട്ടുള്ള അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് അരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി നന്നായിട്ട് കഴുകണം കേട്ടോ. റേഷൻ കടയിൽ അരിയുമ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജീരകം കേട്ടോ, പെരുംജീരകമാണ്. അപ്പോൾ പെരുംജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തേങ്ങാച്ചോറിന് നല്ലൊരു ടേസ്റ്റ് ആക്കാനും. പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരവിന് പകരമായിട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് അങ്ങനെ അളന്നിട്ടൊന്നുമല്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതിന് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അളക്കലൊന്നുമില്ല കേട്ടോ, വെള്ളം അളക്കലൊന്നുമില്ല. ഞാനൊരു സുമാറായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കലാണ്. അത് പാകമായി കിട്ടുകയും ചെയ്യും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ഒരു 2 വിസിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുക്കർ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ ചോറിലൊക്കെ വെള്ളമൊക്കെ പാകമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, വെള്ളം അളന്നിട്ടൊന്നുമല്ല ഒഴിച്ചു കൊടുക്കൽ. അപ്പോൾ ഇനി ഇത് ഈ ഒരു പരുവത്തിലാവില്ല. നമ്മളിത് തണുക്കുമ്പോൾ ഇതിൻ്റെ ഒട്ടലൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വെള്ളം കൂടുതലായി മാതിരിയൊക്കെ തോന്നും. പക്ഷേ ഇതിൽ വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല. ഇത് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കുമ്പോൾ അത് പാകമായിട്ട് തന്നെ കിട്ടും. ഇത് നമുക്ക് ഒന്നങ്ങോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അതുപോലെ ഒരു തട്ടിലേക്ക് അങ്ങോട്ട് വിളമ്പി വെക്കുന്നുണ്ട്. ഇനി തണുത്തതിന് ശേഷം കുക്കറിൽ നിന്ന് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചോറിന് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചോറാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.